ഹലോ എവരിവൺ, ദിസ് ഈസ് അഖിൽ. വെൽക്കം ടു അഖിൽ ഡിസൈൻ. സോ ഇന്ന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മെസ്സിയുടെ ഒരു പോസ്റ്ററാണ്. നമ്മളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ നമ്മളിന്ന് ഡിസൈൻ ചെയ്യണം. കാരണം ഖത്തർ 22 വേൾഡ് കപ്പ് ഒക്കെ വരുമല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു മെസ്സിയുടെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു സ്പോർട്സ് പോസ്റ്ററാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ എടുക്കുന്നത് ക്യാൻവാസ് എന്ന് പറയുന്നത് 1:1 എന്ന് പറയുന്നത്, അതായത് 1080 എന്ന് പറയുന്ന ആ ഒരു ക്യാൻവാസാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യുന്നത്. സോ അതിന് മുന്നേ ഞാൻ കുറച്ച് ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഓക്കെ. അപ്പം ഇന്നിവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മെസ്സിയുടെ പോസ്റ്റർ ആയതുകൊണ്ട് മെസ്സിയുടെ കുറച്ച് 2 PNG ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മെസ്സിയുടെ ഒരു നോർമൽ വാൾപേപ്പർ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് മുന്നേ ഞാൻ ആദ്യം ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റേഡിയമാണ്. സ്റ്റേഡിയം നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. സ്റ്റേഡിയം നമ്മൾ കുറച്ച് ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സോ ഓക്കെ, എനിക്കിത് ഇനി ഒരു നൈറ്റ് എഫക്റ്റാണ് ഇതിനകത്ത് കൊണ്ടുവരണം. നൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് കളർ ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ്. എന്നാൽ ഇത് വെറുതെ ചുമ്മാ കൊടുത്താൽ പോരാ. അതിന് നമുക്കൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ലോഡ് 3D ലൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ മൂൺലൈറ്റ് 3DL എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്കൊരു നൈറ്റ് എഫക്റ്റിൻ്റെ ആ ഒരു രീതി വരുമെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ഒരു നൈറ്റ് എഫക്റ്റിൻ്റെ രീതിയിൽ വന്നിട്ടില്ല. അതിന് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. അതിന് നമ്മൾ ലെവൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുന്നു. എന്നിട്ട് നമ്മളത് ഇങ്ങനെ കുറച്ച് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നു. അതും പോരാ, നമുക്ക് കുറച്ച് ലെവൽസും കൂടെ, ഒരു കർവും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ചുകൂടെ കുറയ്ക്കുന്ന രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. ഓക്കെ. നമുക്കത് എത്രത്തോളം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 3D ഇമേജ്, ഒരു ലൈറ്റ്, ഒരു ബ്രൈറ്റ് ലൈറ്റ്, സ്റ്റേഡിയത്തിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ. ഞാനത് ഇമ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഡ്രാഗ് ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. കാരണം പ്ലേസ് വെച്ച് നമുക്ക് ചെയ്യാമെങ്കിലും കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഡ്രാഗ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിത് ഒരു ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് ഞാൻ സ്ക്രീൻ എന്ന് പറയുന്നത് കൊടുക്കുന്നു. കാരണം നമുക്ക് ആവശ്യമുള്ള അത് മതി. ഓക്കെ. ഞാനത് വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ. ഇനി ഇത്രയായ സ്ഥിതിക്ക് എനിക്ക് ഈ ലൈറ്റ് എഫക്റ്റിൻ്റെ ഈ ഒരു പോർഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യണം. അതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യണം. അതിന് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്, അതായത് ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മാസ്ക് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇങ്ങനെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ബ്ലാക്ക് ആയിട്ട് നിങ്ങൾ കരുതണം. കാരണം ബ്ലാക്ക് ആയാൽ മാത്രമേ നമുക്കത് എറേസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇനി നിനക്ക് ആ ബ്ലാക്ക്, ഇപ്പം നിങ്ങൾക്ക് അത് ബ്ലാക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് വൈറ്റ് ആക്കിയിട്ട് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഹിസ്റ്ററി, അതായത് പഴയ പോലെ തന്നെ നമുക്ക് തിരിച്ച് വരുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ. അതിപ്പോൾ പോയി. എനിക്ക് ഇതിനകത്ത് ഒരു ബ്ലർ എഫക്റ്റാണ് എനിക്ക് കൊടുക്കേണ്ടത്. സോ ബ്ലർ എഫക്റ്റ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ സ്റ്റേഡിയത്തിന് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ഗോഷ്യൻ ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഫിൽറ്ററിൽ പോയിട്ട് ഞാനിവിടെ ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഞാനൊരു 10 റേഡിയസ് ഞാനിവിടെ കൊടുക്കുന്നത്. സോ ഞാൻ 10 അവിടെ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇതും കൂടെ, അതായത് റിയലിസ്റ്റിക് ബ്ലറും കൂടെ ഞാൻ, ആ ഒരു ലൈറ്റ് എഫക്റ്റും കൂടെ ഞാൻ എടുത്തിട്ട് ഞാനതിനെ മോഷൻ ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നത്. കാരണം മുമ്പേ ചെയ്തതിൻ്റെ വീണ്ടും അത് ചെയ്യണമെങ്കിൽ നമ്മൾ Alt+Ctrl+F എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ പോലെ എങ്ങനെയാണ് ബ്ലർ ആയത് ആ സെയിം തന്നെ ബ്ലർ ഇവിടെ ആവുന്നതാണ്. സോ ഞാനവിടെ ബ്ലർ കൊടുത്തു. സോ ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ മെസ്സിയെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ ഇനി മെസ്സി ഇമ്പോർട്ട് ചെയ്ത്, ഞാൻ 2 മെസ്സിയുടെ ഫോട്ടോസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മെസ്സിയുടെ ആ ഒരു ഇമ്പോർട്ട് ചെയ്ത ആ ഒരു ഇമേജ് ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിന് മുന്നേ ഞാൻ ആദ്യം മെസ്സിയുടെ ഒരു സൈഡ് പോർട്രൈറ്റ് ഞാനിവിടെ ചെയ്യുന്നു. ഇത് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇവിടെ നമ്മുടെ കൺട്രോൾ വെച്ചിട്ട് നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ സെലക്റ്റിൽ പോകുന്നു. സെലക്റ്റിൽ പോയിട്ട് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ മെസ്സിയെ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് തരും. അതായത് ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി എനിക്കിത് ബാക്ക്ഗ്രൗണ്ട് ഒരു സെറ്റപ്പ് ചെയ്യണം. അതായത് എനിക്കിതിൻ്റെ ബ്ലാക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സെലക്ട് ചെയ്ത് മെസ്സിയെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ടലി അത് റിമൂവ് ആവുന്നതായിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ മെസ്സിയും കൂടെ ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ മെസ്സിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഞാൻ കുറച്ച് സൈസ് കുറയ്ക്കുന്നു. ഇതൊരു PNG ഫയലാണ്. ഞാനിത് PNG ഫയൽ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്കത് നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ. നമ്മളത് നമ്മുടെ മെസ്സി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ.
ഇനി എനിക്കിതിലേക്ക് മെസ്സി ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാസ്കിൽ പോയിട്ട് ബ്രഷ് ബി എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഇങ്ങനെ സൈഡിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. നമുക്ക് അത്രയും വേണ്ട. നമുക്കൊന്ന് എക്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് കുറച്ച് തിരിച്ചു വരുന്ന രീതിയിൽ. ഓക്കെ. എപ്പോഴും ഇവിടെ ബ്ലാക്ക് എന്ന് പറയുന്നത് നമുക്കത് കളയാൻ പറ്റുന്ന രീതിയിലും വൈറ്റ് എന്ന് പറയുന്നത് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ രീതിയിലും നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇത്രയും ആയി. ഇനി ഇനി ഇത്രയും നമ്മൾ ബേസിക്കായിട്ട് നമ്മളിതിനകത്ത് ചെയ്തു. ഇനി എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ഒന്ന് എഫക്ട്സ് ഒക്കെ കൊണ്ടുവരണം. അപ്പം എഫക്ട്സ് ഞാനിവിടെ കൊണ്ടുവരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെസ്സിയെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫിൽറ്ററിൽ പോയിട്ട് ഒരു ക്യാമറ റോൾ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് കുറച്ച് ടോണിങ് കൊണ്ടുവരാനുണ്ട്. കാരണം മെസ്സിയെ കുറച്ചുകൂടി എടുത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് കൊണ്ടുവരാനുണ്ട്. കാരണം ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, വന്നു. ഇനി എനിക്കിതിനകത്ത് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് എക്സ്പോഷർ ഞാനിങ്ങനെ കുറച്ച് കൂട്ടുകയാണ്. എക്സ്പോഷർ കൂട്ടി കോൺട്രാസ്റ്റ് കുറച്ച് ഒരു കുറച്ചിട്ട് ഞാൻ കുറച്ച് ഹൈലൈറ്റും കൊടുത്തു. കുറച്ച് ക്ലാരിറ്റിയും കൂടെ നമുക്ക് കൊടുക്കണം. കുറച്ച് എല്ലാ ഒരു പൊടിക്ക് നമുക്കൊന്ന് കൊടുത്ത് സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ആവശ്യത്തിനുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അത്രയും ചെയ്യേണ്ട കാര്യമില്ല. കാരണം കുറച്ച് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ലെൻസ് ഫ്ലെയർ എഫക്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ട രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാനിത് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ സൈഡിലേക്കൊന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇനി ഞാനും ഇതും ഒരു ബ്ലെൻഡിങ് മോഡിലേക്ക് ചെന്നിട്ട് നമ്മൾ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഇതും നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം അതിന് മുമ്പേ ചെയ്ത മെത്തേഡ് തന്നെ നമ്മുടെ മാസ്കിങ് എടുക്കുക. മാസ്ക് എടുത്തിട്ട് നമ്മുടെ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് വീണ്ടും ഞാൻ കൺട്രോൾ ജെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനതിനെ വീണ്ടും ഒരു എഫക്ട്സ് ഇതിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ജെ കൂടെ എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹൊറിസോണ്ടൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തും കൂടി നമുക്ക് ഒരു ലൈറ്റ് വരുന്ന രീതിയിൽ നമുക്കത് സെറ്റപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അതിന് നമുക്ക് ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ വേറൊരു ലെൻസ് ഫ്ലെയർ എഫക്റ്റും കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതും ലെൻസ് ഫ്ലെയറിൻ്റെ ഒരു PNG ഇമേജ് ആണ്. ഇത് നമുക്ക് എവിടെയൊക്കെ നമ്മളിവിടെ മെസ്സിയുടെ മുടിയുടെ മണ്ടയ്ക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൺട്രോൾ ടി ഒക്കെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എത്രത്തോളം വേണമെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. നമ്മൾ കുറച്ച് മുമ്പേ അവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്യിക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ച ഓക്കെ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടെക്സ്റ്റ് എഫക്റ്റും കൂടെ ഞാൻ മെസ്സിയുടെക്ക് വേണ്ടി കൊടുക്കുകയാണ്. അതിന് ഞാനിവിടെ ടൈപ്പിൽ ഞാൻ എടുത്തിട്ട് മെസ്സി എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു.
ഓക്കെ. ഞാൻ മെസ്സിന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാനത് കളർ അത്യാവശ്യം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ റെഡ് വൈറ്റ് ആക്കിയാണ്. അതിന് ഞാൻ കുറച്ച് സൈസ് ഞാനത് വലുതാക്കി. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടൊരു ഫോണ്ടാണ്. അതായത് റെഡ്ലി എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു സാൻസ് ഫോണ്ടാണ്. ഓക്കെ. ഒരു സ്പോർട്സ് ഫോണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് വെക്കാം എന്നുള്ളത്. ഞാനിത് ഇച്ചിരി വലുതാക്കിയിട്ട് ഇച്ചിരി ടോപ്പിൽ വെക്കുകയാണ്. എന്നിട്ട് ഞാനിത് ഈ മെസ്സി എന്നുള്ളത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഏറ്റവും ടോപ്പിൽ ബാക്കിൽ പോയിട്ട് നമ്മുടെ മെസ്സിയുടെ ആ ഒരു യെസ്. അപ്പോൾ നമ്മുടെ അത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ടെക്സ്ചറും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പ്ലാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിയൻറ്റ് കളർ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു ടെക്സ്ചർ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നൈസായിരിക്കും. ഒരു 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 3D എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റ് എടുക്കുക. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ കുറച്ചൊരു ഡാർക്കിഷ് മോഡ്, ഒരു ഡാർക്ക് സൈഡ് എന്നുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യുക. നമുക്ക് ഇത്രയും ഡാർക്ക് വേണ്ട. നമുക്കൊരു ചെറിയ പൊടിക്ക് യെസ്. ഓക്കെ. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് ഒരു ഡ്രോപ്പ് ഷാഡോ കൂടെ ഒന്ന് കൊടുക്കാൻ പോവാണ്. ഡ്രോപ്പ് ഷാഡോ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി അതിൽ വരും. അപ്പോൾ നമുക്ക് കുറച്ച് ഇത്രയും ഓക്കെ. ഞാനത് ഇത്രയും കുറച്ച് ഒപ്പാസിറ്റി കുറയ്ക്കുകയാണ്. നോയ്സ് നമുക്ക് അത്രയും വേണ്ട. ഓക്കെ. സോ നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. സോ നിങ്ങൾക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ മെസ്സിയുടെ ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു CR7ൻ്റെ ഒരു പോസ്റ്റർ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ എനിവേ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് 15 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് തേടി വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.